Hello everyone, welcome to BTech MEDC. ഇന്നത്തെ ഈ സെഷനിൽ നെറ്റ്വർക്ക് തിയറി S3 EC bar AE സ്റ്റുഡൻസിന് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇന്നത്തെ ഈ വീഡിയോയിൽ ലാസ്റ്റ് വീക്ക് KTUവിന് ചോദിച്ച ട്രിപ്പിൾ സ്റ്റുഡൻസിൻ്റെ S3 ട്രിപ്പിൾ സർക്യൂട്ട്സ് ആൻഡ് നെറ്റ്വർക്സിൻ്റെ ക്വസ്റ്റ്യനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളുടെ സിലബസുമായിട്ട് കുറേ ടോപ്പിക്സ് കോമൺ ആണ്. ആ കോമൺ ആയിട്ട് ടോപ്പിക്സ് ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നെറ്റ്വർക്ക് തിയറിയുടെ കേസിൽ സ്കീം ഓഫ് വാല്യുവേഷൻ വരുന്നത് ഈ ഒരു മോഡലിലാണ് വരുന്നത്. ഇപ്പോൾ ഓരോ ഇക്വേഷൻസിനുമാണ് മാർക്ക് ഡിവിഷൻ വരുന്നത്. അപ്പം നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എഴുതുമ്പം മെഷ് ഇക്വേഷൻസ് അല്ലെങ്കിൽ നോഡ് ഇക്വേഷൻസ് അങ്ങനത്തുള്ള ഇക്വേഷൻസ് മെയിനായിട്ടുള്ള ഇക്വേഷൻസ് ബ്രാക്കറ്റിൽ തന്നെ ഇടുക, ബോക്സിൽ തന്നെ ഇടുക, ഹൈലൈറ്റ് ചെയ്യുക, ഇവാലുവേറ്റർ കാണുന്ന രീതിയിൽ ഹൈലൈറ്റ് ചെയ്തിടുക. അതുപോലെ മാക്സിമം കാൽക്കുലേറ്ററിൽ യൂസ് ചെയ്ത് ആൻസേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നോക്കുക. ഇപ്പോൾ മെഷ് അനാലിസിസ് നോഡൽ അനാലിസിൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് സൈമൾട്ടേനിയസ് ഇക്വേഷൻസ് കാൽക്കുലേറ്ററിൽ കൊടുത്ത് അതിൻ്റെ വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ അൺനോൺസ് വരുന്ന കേസിൽ മാത്രം ക്രാമേഴ്സ് റൂള് യൂസ് ചെയ്യുക. അതുപോലെ ടൈം 2.25 മണിക്കൂറാണുള്ളത്. അപ്പോൾ ടൈം ഒരു ഫാക്ടറാണ്. അതുപോലെ ഇക്വേഷൻസിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇത് KTU 2019 സ്കീം തന്നെയാണ്. ലാസ്റ്റ് വീക്ക് നടന്ന ട്രിപ്പിൾ സ്റ്റുഡൻസിൻ്റെ സർക്യൂട്ട്സ് ആൻഡ് നെറ്റ്വർക്സ് എന്നുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. കുറേ ടോപ്പിക്സ് കോമൺ ആണ്. ആ കോമൺ ആയിട്ടുള്ള ടോപ്പിക്സ് ഞാനിവിടെ ബബിൾ ചെയ്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം ഇൻ DC സർക്യൂട്ട്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. 3 മാർക്സിന് ACയും DC ഉണ്ട്, മാറിപ്പോകരുത്. ഇത് മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം ഫോർ DC സർക്യൂട്ട്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതായത് റെസിസ്റ്റീവ് നെറ്റ്വർക്ക് ആണ്, ഇൻഡക്ടർ വരില്ല. അടുത്തപോലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ റീപ്ലേസ് ദ നെറ്റ്വർക്ക് ഗിവൺ ബിലോ വിത്ത് എ സിംഗിൾ കറണ്ട് സോഴ്സ് ആൻഡ് എ റെസിസ്റ്റർ. അതായത് നോർട്ടൺസ് തിയറം ആണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. നോർട്ടൺസ് തിയറം നമുക്ക് ലാസ്റ്റ് ഇതിനെ റീപ്ലേസ് ചെയ്യേണ്ടത് എ കറണ്ട് സോഴ്സ് ഇൻ പാരൽ വിത്ത് എ റെസിസ്റ്റർ ആയിട്ടാണ്. ഓക്കെ, റീപ്ലേസ് ദ നെറ്റ്വർക്ക് ബിലോ വിത്ത് എ സിംഗിൾ കറണ്ട് സോഴ്സ് ആൻഡ് എ റെസിസ്റ്റർ. ഇപ്പോൾ നോർട്ടൺസ് തിയറം അപ്ലൈ ചെയ്ത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇനി നെക്സ്റ്റ് നമ്മളുടെ ടോപ്പിക്കുമായിട്ട് കോമൺ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിറൈവ് ദ എസ് ഡൊമെയിൻ ഇക്വലന്റ് സർക്യൂട്ട് ഓഫ് എ കപ്പാസിറ്റർ ഹാവിംഗ് ഇനിഷ്യൽ വോൾട്ടേജ് V0. നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. എസ് ഡൊമെയിൻ ഇക്വലന്റ് ഓഫ് എ കപ്പാസിറ്റർ വിത്ത് ഇനിഷ്യൽ വോൾട്ടേജിന്റെ ഡെറിവേഷൻ ആണ്. അപ്പോൾ അതിനകത്തൊരു ഫിഗർ വരുന്നുണ്ട്, അത് വരയ്ക്കുക. അതുപോലെ ഇക്വലന്റ് സർക്യൂട്ട് ഓഫ് ഇൻഡക്ടറും ചോദിക്കാം. പിന്നെ വരുന്ന കോമൺ ആയിട്ട് ടോപ്പിക്ക് എക്സ്പ്രസ് ABCD പാരാമീറ്റർ ഇൻ ടേംസ് ഓഫ് ഇസഡ് പാരാമീറ്റർ. ഇന്റർ റിലേഷൻഷിപ്പിനകത്ത് വരുന്ന പ്രോബ്ലം ആണ്. നമ്മൾ ഈ ടൈപ്പ് പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്, ഒന്ന് വാച്ച് ചെയ്യുക. 10th ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഡിറ്റർമൈൻ വെദർ ദ 2-port നെറ്റ്വർക്ക് റെപ്രസെന്റഡ് ബൈ ദ ഫോളോയിങ് നെറ്റ്വർക്ക് ഇക്വേഷൻസ് ഈസ് റെസിപ്രോക്കൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്ന ഒരു നെറ്റ്വർക്ക് ഇക്വേഷൻ തന്നിട്ടുണ്ട്. ചെക്ക് വെദർ ദ ഫോളോയിങ് നെറ്റ്വർക്ക് ഈസ് റെസിപ്രോക്കൽ എന്നുള്ളതാണ്. അപ്പം നമുക്ക് ഫസ്റ്റ് ഇവിടെ ചെയ്യേണ്ടത് ഇത് തന്നിരിക്കുന്ന പാരാമീറ്റർ ഏതാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യണം. അപ്പോൾ ഇതിനെ മെട്രിക്സ് ഫോമിൽ എഴുതാം. ഇറ്റ് ഈസ് V1 I1 മെട്രിക്സ് ഈക്വൽ ടു, ഇതിൻ്റെ കേസിൽ വന്നിരിക്കുന്നത് V2 മൈനസ് I2 ആണ്. V2 മൈനസ് I2 ആണ്. അപ്പോൾ ഇത് V1 I1 ഇൻ ടേംസ് ഓഫ് V2 മൈനസ് I2 എന്ന് പറയുമ്പോഴത്തേക്ക് ട്രാൻസ്മിഷൻ പാരാമീറ്റർ ആണ്, ABCD പാരാമീറ്റർ ആണ്. മൈനസ് വരുമ്പോഴും നമുക്കറിയാൻ പറ്റും ABCD പാരാമീറ്റർ ആണ്. അല്ലെങ്കിൽ തന്നെ V1 I1 ഇൻ ടേംസ് ഓഫ് V2 I2 എന്ന് പറയുന്നത് ABCD പാരാമീറ്റർ ആണ്. അപ്പോൾ ഇതിനെ മെട്രിക്സിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇത് 3, ദിസ് ഈസ് 2, ഇവിടെ ഓൾറെഡി മൈനസ് ഉണ്ട്, ദിസ് ഈസ് 4, ദിസ് ഈസ് 3. ഈ ഇക്വേഷനെ നമ്മൾ മെട്രിക്സ് ഫോമിൽ എഴുതി. ഇനി നെക്സ്റ്റ് എന്താ ചെക്ക് ചെയ്യേണ്ടത്? ഈ തന്നിരിക്കുന്ന ഇക്വേഷൻസ് റെസിപ്രോക്കൽ ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. നമ്മളിവിടെ ഐഡന്റിഫൈ ചെയ്തു, ABCD പാരാമീറ്റർ എന്നുള്ള ഐഡന്റിഫൈ ചെയ്തു. ഇനി അതിന്റെ റെസിപ്രോക്കൽ കണ്ടീഷൻ നമുക്കറിയാം. റെസിപ്രോക്കൽ കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ AD മൈനസ് BC ഈക്വൽ ടു 1. അതാണ് ABCD പാരാമീറ്ററിന്റെ റെസിപ്രോക്കൽ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ ദിസ് ഈസ് ABCD. എന്ത് കണ്ടുപിടിച്ചാൽ മതി? AD മൈനസ് BC നോക്കുക, ഈക്വൽ ടു 1 ആണോ നോക്കുക. ഈക്വൽ ടു 1 ആണെങ്കിൽ ആ നെറ്റ്വർക്ക് എന്തായിരിക്കും? റെസിപ്രോക്കൽ ആയിരിക്കും. ഇപ്പം ഇവിടെ വരുമ്പോഴത്തേക്ക് 3 × 3 9 മൈനസ് B × C 8 എന്ന് വരും. ദറ്റ് ഈസ് ഈക്വൽ ടു 1 വരും. സോ ദ ഗിവൺ നെറ്റ്വർക്ക് ഈസ് റെസിപ്രോക്കൽ. ഓക്കെ, ഇപ്പോൾ അല്ലേ എന്താ ചെയ്തത്? ഇങ്ങനത്തുള്ള ഇക്വേഷൻസ് തരുവാണെങ്കിൽ അതിനെ മെട്രിക്സ് ഫോമിലേക്ക് ആക്കുക. മെട്രിക്സ് ഫോമിലേക്ക് ആക്കുമ്പോഴത്തേക്ക് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഏത് പാരാമീറ്റർ ആണെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ കണ്ടീഷൻസ് ഇപ്പോൾ ഇവിടെ നമ്മൾ മെട്രിക്സ് ഫോമിലാക്കിയപ്പോഴത്തേക്ക് ABCD പാരാമീറ്റർ എന്ന് മനസ്സിലായി. അതിൻ്റെ റെസിപ്രോസിറ്റി കണ്ടീഷൻ AD മൈനസ് BC ഈക്വൽ ടു 1 ആണ്. അത് AD മൈനസ് BC ഫൈൻഡ് ഔട്ട് ചെയ്തപ്പോൾ 1 വന്നു. സോ ദ ഗിവൺ നെറ്റ്വർക്ക് ഈസ് റെസിപ്രോക്കൽ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ
വന്നിരിക്കുന്നത്. ഇത്രയായിരുന്നു പാർട്ട് എയിലെ ക്വസ്റ്റ്യൻസ്. കോമൺ ആയിട്ട് വന്നത് മാക്സിമം പവർ ട്രാൻസ്ഫർ ഡി സിയുടേത്, പിന്നെ ഒരു നോർട്ടൺസ് ഇക്വലന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്, കപ്പാസിറ്ററിന്റെ ഇക്വലന്റ് സർക്യൂട്ട് വിത്ത് ഇനിഷ്യൽ വോൾട്ടേജ്, എക്സ്പ്രസ് ABCD ഇൻ ടേംസ് ഓഫ് ഇസഡ് പാരാമീറ്റർ റിലേഷൻഷിപ്പിൻ്റെത്, പിന്നെ 2 പോർട്ട് നെറ്റ്വർക്കിൻ്റെ ഒരു പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പാർട്ട് ബി ആണ്. പാർട്ട് ബിയിൽ വന്നിരിക്കുന്നത് ഫസ്റ്റ് തെവെനിൻ ഇക്വലന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ്. 10 മാർക്സിന് തെവെനിൻ ഇക്വലന്റ് സർക്യൂട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ്. അപ്പോൾ ഇത് ഡിപ്പെൻഡൻറ്റ് സോഴ്സ് വരുന്ന കേസാണ്. 2I ഉണ്ട്, ഇതിലെ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ് I എന്ന് പറയുന്നത്. ഈ ടൈപ്പ് പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിനകത്ത് തെവെനിൻ ഇക്വലന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. തെവെനിൻ ഇക്വലന്റ് വരുമ്പോഴത്തേക്ക് വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ് വിത്ത് റെസിസ്റ്റർ, ഇതിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഡിപ്പെൻഡൻറ്റ് സോഴ്സ് വരുമ്പോഴത്തേക്ക് അതിൻ്റെ പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ട്, ഒന്ന് വാച്ച് ചെയ്യുക. അത് 10 മാർക്സിന് ഒബ്റ്റെയിൻ ദ തെവെനിൻ ഇക്വലന്റ് സർക്യൂട്ടിന് 10 മാർക്സ്, 2 ohm റെസിസ്റ്ററിലെ അക്രോസ് ഉള്ള പവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് 4 മാർക്സ്. അങ്ങനെ ടോട്ടൽ 14 മാർക്സ് ആണ് തെവെനിൻ ഇക്വലന്റ് സർക്യൂട്ടിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് തെവെനിൻ ഇക്വലന്റ് സർക്യൂട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് നോക്കുക ഏത് ടൈപ്പ് കാറ്റഗറിയാണെന്ന് നോക്കുക. ഇപ്പം ഡിപ്പെൻഡൻറ്റ് സോഴ്സ് വരുന്ന കേസാണ്, റെസിസ്റ്റീവ് നെറ്റ്വർക്ക് ആണ്. ഇപ്പോൾ ഡിപ്പെൻഡൻറ്റ് സോഴ്സ് റെസിസ്റ്റീവ് നെറ്റ്വർക്ക് കേസിൽ നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, ഞാൻ വീണ്ടും ഇവിടെ ചെയ്യുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഒരു ഇക്വലന്റ് വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ് വിത്ത് റെസിസ്റ്റർ ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യുക. അതിനാണ് ഇവിടെ 10 മാർക്സ് വന്നിരിക്കുന്നത്. സെക്കൻഡ്, ലോഡ് റെസിസ്റ്ററിലുള്ള പവർ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിന് 4 മാർക്സ്. ഇനി അതിൻ്റെ കൂടെ നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് സൂപ്പർ പൊസിഷൻ തിയറം ആണ് ചോദിച്ചിരിക്കുന്നത്. അത് സൂപ്പർ പൊസിഷൻ തിയറം യൂസ് ചെയ്ത് ഈ കറണ്ട് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. 2 സോഴ്സ് വരുന്ന കേസാണ്, ഇൻഡിപെൻഡൻറ്റ് സോഴ്സ് വരുന്ന കേസാണ്. നമ്മൾ അറ്റ് എ ടൈം ഒരു സോഴ്സ് വെച്ചിട്ട് അതിലേക്കുള്ള ഫ്ലോ ഓഫ് കറണ്ട് ഫൈൻഡ് ഔട്ട് ചെയ്യും. പിന്നെ സെക്കൻഡ് സോഴ്സ് മാത്രം കൺസിഡർ ചെയ്തിട്ട് ഇതിലേക്കുള്ള ഫ്ലോ ഓഫ് കറണ്ട് ഫൈൻഡ് ഔട്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ സമ്മായിട്ടായിരിക്കും എന്ത് വരുന്നത്, ആ സൂപ്പർ പൊസിഷൻ തിയറം യൂസ് ചെയ്ത് വരുന്നത്. അപ്പോൾ അവിടെ കറണ്ട് I ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ അതിനാണ് 10 മാർക്സ് വരുന്നത്. പിന്നെ ഡിറ്റർമൈൻ ദ പവർ സപ്ലൈഡ് ബൈ 20 വോൾട്ട് സോഴ്സ്, ഇതിന് അക്രോസ് ഉള്ള 20 വോൾട്ട്സിന് അക്രോസ് ഉള്ള പവർ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിന് 4 മാർക്സ്. അപ്പോൾ പവറൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്ത ആൻസർ എഴുതുമ്പോഴത്തേക്ക് വാട്ട് എന്നുള്ള കാര്യം എഴുതാൻ മറന്നു പോകരുത്. അതുപോലെ കറണ്ട് വരുന്ന കേസിൽ ആംബിയർ യൂണിറ്റിന് മാർക്കുള്ളതാണ്. ഇങ്ങനത്തുള്ള പ്രോബ്ലംസ് രണ്ടും നമ്മൾ സിമിലർ വീഡിയോസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, ഒന്ന് വാച്ച് ചെയ്യുക. പിന്നെ നെക്സ്റ്റ് വന്നിരിക്കുന്നത് നമ്മളുടെ സ്വിച്ചിങ് സർക്യൂട്ട്സിൻ്റെ ടൈപ്പ് പ്രോബ്ലം ആണ്. സ്വിച്ചസിൻ്റെ കേസിൽ കപ്പാസിറ്റർ ഇൻഡക്ടർ വരുന്ന കേസാണ്. ഈ ടൈപ്പ് പ്രോബ്ലം നമ്മൾ ചാനലിൽ സോൾവ് ചെയ്തിട്ടുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, വാച്ച് ചെയ്യുക. 7 മാർക്സ് ആയിരുന്നു ചോദിച്ചത്. നെക്സ്റ്റ് ഇതും ഒരു സ്വിച്ചിങ് സർക്യൂട്ട്സിൻ്റെ പ്രോബ്ലം ആണ്. അതിൻ്റെ കേസിൽ കപ്പാസിറ്റർ വരുന്ന കേസാണ്. മറ്റേ ആദ്യത്തിൻ്റെ കേസിൽ കപ്പാസിറ്ററും ഇൻഡക്ടറും വരുന്നുണ്ട്. ഇങ്ങനത്തുള്ള സിമിലർ പ്രോബ്ലംസ് നമ്മൾ മോഡ്യൂൾ 3 പ്ലേലിസ്റ്റിൽ അപ്ലോഡഡ് ആണ്, വാച്ച് ചെയ്യുക. ഈസി ആയിട്ട് സ്കോർ ചെയ്യാവുന്ന ഒരു ഏരിയ ആണ്. സ്വിച്ചിങ് സർക്യൂട്ട്സിൻ്റെ കേസിൽ 2 ഇക്വേഷൻസ് എഴുതുക, അതിൽ നിന്ന് നമുക്ക് എന്താണ് അൺനോൺ അത് ഫൈൻഡ് ഔട്ട് ചെയ്യുക. എളുപ്പമാണ്, അത് നോക്കി വയ്ക്കുക. ഇങ്ങനത്തുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോഴത്തേക്ക് അതിനെ ഇക്വലന്റ് എസ് ഡൊമൈനിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് വാച്ച് ചെയ്യുക. മോഡ്യൂൾ 3 അതാണ് ചോദിച്ചിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് നമുക്ക് കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത് ഒരു ലാസ്റ്റ് മോഡ്യൂളിലാണ്. ലാസ്റ്റ് മോഡ്യൂളിൽ 8 മാർക്സിന് 2 പോർട്ട് നെറ്റ്വർക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഫൈൻഡ് ദ ട്രാൻസ്മിഷൻ പാരാമീറ്റർ ഓഫ് ദ ഫോളോയിങ് നെറ്റ്വർക്ക്. ഒരു നെറ്റ്വർക്ക് വന്നിട്ടുണ്ട്, അതിൻ്റെ ട്രാൻസ്മിഷൻ പാരാമീറ്റർ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്കറിയാം ഇതൊരു പൈ നെറ്റ്വർക്ക് ആണ്. അപ്പോൾ പൈന്ന് നമുക്ക് ഡയറക്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന വൈ പാരാമീറ്റർ ആണ്. വൈ ഇൻ്റർ റിലേഷൻഷിപ്പ് ഇൻ ടേംസ് ഓഫ് ABCD ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോഴത്തേക്ക് വി വിൽ ഗെറ്റ് ദ ട്രാൻസ്മിഷൻ പാരാമീറ്റർ. ഇപ്പോൾ ഈ മോഡ്യൂൾ 5ൻ്റെയും 4ൻ്റെയും കേസിൽ നമുക്ക് ക്വസ്റ്റിനകത്ത് മെത്തേഡ് മെൻഷൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള മെത്തേഡ് യൂസ് ചെയ്ത് ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യാം. അതാണ് അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ് അഡോപ്റ്റ് ചെയ്ത് നമുക്ക് പെട്ടെന്ന് അത് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇങ്ങനത്തുള്ള ക്വസ്റ്റ്യൻസ് സ്ഥിരം ചോദിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഇൻ്റർ റിലേഷൻഷിപ്പ് ഒരു ട്രിക്ക് വെച്ചുള്ള സ്റ്റെപ്സ് ഉണ്ട്, അതൊന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ അതിനകത്ത് ഓർക്കേണ്ട ഒരു കാര്യം, T നെറ്റ്വർക്ക് ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇസഡ് പാരാമീറ്റർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. പൈ നെറ്റ്വർക്ക് ആണെങ്കിൽ പൈ പാരാമീറ്റർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ T to പൈ കൺവേർഷൻസ് അറിഞ്ഞിരിക്കുകയാണെങ്കിൽ അതർ പാരാമീറ്റേഴ്സും ഇൻ്റർ റിലേഷൻഷിപ്പ് യൂസ് ചെയ്ത് H പാരാമീറ്റർ, ABCD പാരാമീറ്റർ, ഏത് പാരാമീറ്റർ വേണമെങ്കിലും നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ 8 മാർക്സിന് ഒരു പൈ നെറ്റ്വർക്ക് ആയിരുന്നു ചോദിച്ചത്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഈ രീതിയിൽ അഡോപ്റ്റ് ചെയ്യുക. ഡയറക്റ്റ് പൈ ആയതുകൊണ്ട് വൈ കണ്ടുപിടിക്കുക, വൈ ഇൻ ടേംസ് ഓഫ് ABCD എക്സ്പ്രസ് ചെയ്യുക. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് നമ്മൾ ഡ്രൈവിംഗ് പോയിന്റ് ഇംപിഡൻസ് നെറ്റ്വർക്കാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്.
അപ്പോൾ അതിൻ്റെ കേസ് നമുക്ക് ഇമ്പിഡൻസ് പറയുമ്പോൾ ഇസഡ് ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഇതൊരു പൈ നെറ്റ്വർക്കാണ്. അപ്പോൾ ഈ പൈനെ ടിയിലേക്ക് കൺവേർട്ട് ചെയ്യാം, ഈ ഒരു പൈനെ ടിയിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ഇൻ എഫക്റ്റ് ഒരു ടി നെറ്റ്വർക്ക് കിട്ടും. അപ്പോൾ ഒരു ടി നെറ്റ്വർക്കിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും? നമ്മളുടെ ഇമ്പിഡൻസ് പാരാമീറ്റർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ സിമിലർ പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുള്ളതാണ്, ഒന്ന് വാച്ച് ചെയ്യാം. 6 മാർക്സിന് ചോദിച്ച പ്രോബ്ലം ആണ്. പിന്നെ ലാസ്റ്റ് മൊഡ്യൂളിൽ തിയറി ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, ഡിസ്കസ് ദ സീരീസ് ആൻഡ് കാസ്കേഡ് ഇന്റർകണക്ഷൻ ഓഫ് 2 പോർട്ട് നെറ്റ്വർക്ക്. 8 മാർക്സിന് ചോദിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ സീരീസ് കണക്ഷനും അതുപോലെ കാസ്കേഡ് കണക്ഷൻ്റെയും ഇന്റർകണക്ഷൻ അതിൻ്റെ ഇക്വേഷൻസ് എഴുതുക, അത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്, വാച്ച് ചെയ്യുക. 8 മാർക്സ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ദ വൈ പാരാമീറ്റേഴ്സ് ഓഫ് എ 2 പോർട്ട് നെറ്റ്വർക്ക് തന്നിട്ടുണ്ട്. ഡിറ്റർമൈൻ ദ ഇക്വലന്റ് ടി നെറ്റ്വർക്കാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് വൈ പാരാമീറ്ററിൽ നിന്ന് ഡയറക്റ്റ് നമുക്ക് എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും? ഇസഡ് പാരാമീറ്റർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഇസഡ് പാരാമീറ്റർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കതിനെ ഇൻ ടേംസ് ഓഫ് എന്ത് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും? ടി നെറ്റ്വർക്കായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ ഇത് ഇസഡ് എ, ഇസഡ് ബി, ഇസഡ് സി ആയിട്ട് വരും. അപ്പോൾ ഇസഡ് പാരാമീറ്റർ കിട്ടുകയാണെങ്കിൽ Z11 എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെ സമ്മായിട്ട് വരും, ഇൻപുട്ട് പോർട്ടിൻ്റെ സമ്മായിട്ട് വരും. Z22 എന്ന് പറയുമ്പോഴത്തേക്ക് ZB പ്ലസ് ZC വരും. അതുപോലെ Z21 ഈക്വൽ ടു Z12 ഈക്വൽ ടു ZC വരും. അത് വെച്ചിട്ട് ആ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്ത് എൻ്റെ കറസ്പോണ്ടിങ് ടി നെറ്റ്വർക്കിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഇത്രയാണ് കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. ഇലക്ട്രിക്കൽ സർക്യൂട്ട്സ് ആൻഡ് നെറ്റ്വർക്ക്സ് ചോദിച്ച ക്വസ്റ്റ്യനാണ്. KTUവിൻ്റെ ലാസ്റ്റ് വീക്ക് നടന്ന എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യനാണ്. 2019 സ്കീമാണ്. അപ്പോൾ ഇങ്ങനത്തുള്ള ഈ ഒരു സബ്ജക്റ്റിൽ നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്വേഷൻസ് എഴുതുമ്പം ഇക്വേഷൻസ് നല്ലതുപോലെ ഹൈലൈറ്റ് ചെയ്തിടുക. അപ്പോൾ ഇങ്ങനത്തുള്ള ഇക്വേഷൻസ് വരുമ്പോഴത്തേക്ക് ഓരോന്നിനും ഇക്വേഷൻസ് വൈസാണ് മാർക്സ് വരുന്നത്. അപ്പോൾ അത് ഓർത്തോണം, ഹൈലൈറ്റ് ചെയ്തിടുക. യൂണിറ്റ്സ് കൃത്യമായിട്ട് മാർക്ക് ചെയ്യുക. അതുപോലെ കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് മാക്സിമം വർക്കൗട്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ നമുക്ക് ടൈം സേവ് ചെയ്യാൻ പറ്റും. 2.5 മണിക്കൂർ മാക്സിമം വരുന്നുള്ളൂ. അപ്പോൾ ടോപ്പിക്സ് എല്ലാം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആദ്യം അറ്റൻഡ് ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്പർ കൃത്യമായിട്ട് ഇടണമെന്നേ ഉള്ളൂ. ഓർ ചോയ്സ് അറ്റൻഡ് ചെയ്ത് ടൈം വെറുതെ കളയരുത്. ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ ദ എക്സാംസ്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഹയർ സെമസ്റ്റേഴ്സിൻ്റെ സിഗ്നൽസ്, DSP, കൺട്രോൾ സിസ്റ്റം അതുപോലത്തുള്ള കുറേ സബ്ജക്ട്സിൻ്റെ പ്ലേലിസ്റ്റ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. സോ മേക്ക് യൂസ് ഓഫ് ഇറ്റ്. താങ്ക് യു. BTech MEDC.